സ്വാതന്ത്ര്യം എപ്പിസോഡ് റിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ ദേവി ഇങ്ങനെ ഹരീൻ്റെ അടുത്ത് പോയി ചോദിക്കുകയാണ്, അല്ലടാ ഇത്രയും നേരം സംസാരിച്ചിട്ടും നിന്റെ ഫ്രണ്ടിന് മതിയായില്ലേ? അത് അവനൊരു പ്രത്യേക ടൈപ്പാ, അവൻ എത്ര സംസാരിച്ചാലും മതിയാവില്ല. അത് അവനാണോ അല്ലെങ്കിൽ അവളാണോ? ഇത് കേട്ടിട്ട് നമ്മുടെ ഹരി എന്നിങ്ങനെ പരുങ്ങാണ്. ആ സമയത്ത് ദേവി വീണ്ടും പറയാണ്, എടാ കുറേ സമയം ഈ ഫോൺ ചെവിയിൽ വെച്ച് സംസാരിച്ചാലേ തലയിൽ ട്യൂമർ വരുന്നു വാട്സപ്പിൽ വന്നിരുന്നു. ഏട്ടത്തി ഞാൻ അധികം ഫോണൊന്നും യൂസ് ചെയ്യാറില്ലല്ലോ. ഇല്ലല്ലേ, ഇന്നിനി മതി, ഇന്ന് ഇത്രയും സംസാരിച്ചാൽ മതി ഏട്ടത്തി, ഞാൻ നിർത്തി, എന്നാ വന്ന് കിടക്കാൻ നോക്കൂ. അയ്യോ ഞാൻ ബൈക്കിന്റെ ചാവി എടുത്തില്ല, ഞാൻ ഇപ്പം എടുത്തിട്ട് വരെ. അങ്ങനെ ഹരി ചാവി എടുക്കാൻ പോയ സമയത്ത് മൊബൈൽ വീണ്ടും റിങ് ചെയ്യാണ്. ആ സമയത്ത് ദേവി നോക്കുമ്പോൾ സ്ക്രീനിൽ എന്നായിരിക്കും കാണുന്നത്. അപ്പോൾ അഞ്ജലി എന്നുള്ള പേര് ആർക്കും മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഏന്ന് ടൈപ്പ് ചെയ്ത് വെച്ചതല്ലേ, ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവി ഒരു നോട്ടം നോക്കിയിട്ട് അങ്ങ് പോവാണ്. അപ്പോൾ ഹരിക്കും കാര്യം മനസ്സിലായി, ഏട്ടത്തിക്ക് മനസ്സിലായി എന്നുള്ളത്. പിന്നീട് പിറ്റേന്ന് രാവിലെ തന്നെ കടയിൽ പിള്ളച്ചേട്ടൻ നമ്മുടെ ശിവനോട് പറയാണ്, അതെ വെള്ളം നന്നായി പരത്തി ഒഴിക്കി, എന്നാലേ പൊടി കടയിലേക്ക് പറക്കാതിരിക്കും. അങ്ങനെ ശിവൻ ആ ബക്കറ്റിലുള്ള വെള്ളം മൊത്തം കോരി ഒഴിക്കുന്ന ആ സമയത്തായിരിക്കും അഞ്ജലി അതിലൂടെ പാസ് ചെയ്യുന്നത്. അഞ്ജലി മൊത്തം ആ വെള്ളത്തിൽ കുളിക്കും. ഇത് മാത്രമല്ല അഞ്ജലിൻ്റെ ഡ്രസ്സിലേക്ക് ചളി തെറിക്കുന്നുണ്ട്. അങ്ങനെ ദേഷ്യം വന്ന അഞ്ജലി, അല്ലടോ എവിടെ നോക്കിയാ വെള്ളം ഒഴിക്കുന്നത്, ആള് പോകുന്നത് കണ്ടില്ലേ? എന്തോ നിന്റെ മുഖത്ത് കണ്ണില്ലേ? ഈ വെള്ളം ഒഴിക്കുന്നത് നീ കണ്ടില്ലേ? എൻ്റെ മുഖത്ത് മാത്രമല്ലല്ലോ നിന്റെ മുഖത്തും കണ്ണില്ലേ? അപ്പോൾ ആള് വരുമ്പോൾ നീ വെള്ളം ഒഴിക്കാൻ പാടുണ്ടോ? നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നോട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ സംസാരിക്കണം എന്ന്. എന്താ ശിവ അവിടെ? ഒന്നുമില്ല ഏട്ടത്തി, ഒന്നുമില്ലെന്നോ? ദേ ഏട്ടത്തി നോക്കിയേ, ഏട്ടത്തിയുടെ ഈ മൊശകോടൻ അനിയൻ എൻ്റെ ദേഹം മൊത്തം നനച്ചത്. എന്നിട്ട് എന്നോട് പറയുന്നത് കേട്ടില്ലേ? ആദ്യം എന്നോട് സോറി പറയാൻ പറ. സോറിയോ? നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ കടയുടെ പരിസരത്ത് വരരുതെന്ന്. അങ്ങനെ പറഞ്ഞു കൊടുക്കും ശിവ. ഇവള് വഴക്കുണ്ടാക്കാൻ വേണ്ടി ഓരോ കാരണങ്ങളുമായിട്ട് വന്നതാ. എന്തിനാ പിള്ളച്ചേട്ട എന്നെ ഇവിടുന്ന് ഇറക്കിവിടാൻ വേണ്ടി ഓരോന്ന് പറയുന്നത്? ഞാൻ പിള്ളച്ചേട്ടനോട് എന്ത് ചെയ്തിട്ടാ? നീ ചെയ്തിട്ടല്ല, നിന്റെ അച്ഛൻ ചെയ്തിട്ടാ. അതിന് അച്ഛൻ ചെയ്തതിനോട് അച്ഛനോട് ദേഷ്യം പോരെ? നീ എന്തായാലും അങ്ങേരുടെ വിത്തല്ലേ, അതുകൊണ്ട് നീയും അങ്ങേരുടെ സ്വഭാവം കാണിക്കും. അതെ ഞാൻ കാണിക്കും. ഞാനെങ്ങാനും ഈ കൃഷ്ണ സ്റ്റോഴ്സിന്റെ മുതലാളിയായിട്ട് വന്നാലുണ്ടല്ലോ ആദ്യം പാർസലാക്കി വിടുന്നത് നിങ്ങളെയായിരിക്കും. ദേവി നീ ഇവള് പറഞ്ഞത് കേട്ടില്ലേ? വെറുതെ അല്ല കുതിരയ്ക്ക് കൊമ്പ് കൊടുക്കാത്തതെന്ന് ശിവനും പറയാണ്. നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് നിനക്കറിയാം. നിന്റെ അമ്മയ്ക്ക് മാത്രമല്ല നിനക്കും നാവിത്തിരി കൂടുതലാ. ദേവിയച്ചി എന്നും ഈ മേശയും കണക്കെഴുത്തും ദേവിയച്ചിൻ്റെ കയ്യിൽ മാത്രമല്ല ഉണ്ടാവുക, ഇതൊരിക്കൽ എൻ്റെ കയ്യിലും വരും. അതിന് ഞങ്ങൾ ഇവിടെ കണക്കെഴുതാൻ ആളെ വേണമെന്നും പറഞ്ഞ് പരസ്യമൊന്നും കൊടുത്തിട്ടില്ലല്ലോ എന്ന് ശിവൻ പറയാണ്. വിട് ശിവ, നീ എന്തിനാ അവക്കൊപ്പം പറയാൻ നിൽക്കുന്നത്? അവളുടെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ. ഇത് കേട്ടേരം അഞ്ജലിക്ക് സന്തോഷമാവാണ്. ആ സമയത്താണ് ഹരി അകത്ത് നിന്ന് ഒരു ചാക്കെടുത്ത് പുറത്തേക്ക് വരുന്നത്. ഹരീനെ കണ്ടതും അഞ്ജലി, ഹരിയേട്ട അകത്ത് പോയി ഒളിച്ചിരിക്കുകയായിരുന്നല്ലേ എന്ന് പറഞ്ഞ് ഹരിൻ്റെ തൊട്ടടുത്ത് പോയിട്ട് കവിളിലിങ്ങനെ പിച്ചാണ്. കള്ളൻ! ഡി അഞ്ജലി നീ എന്താടി കാണിക്കുന്നത്? എൻ്റെ അനിയനെ കവിളിൽ പിച്ചുന്നോ? അതെ ദേവിയച്ചിൻ്റെ അനിയൻ മാത്രമല്ല എൻ്റെ മുറച്ചെറുക്കനോട് ഞാൻ വേണമെങ്കിൽ പിച്ചും മാന്തും, വേണമെങ്കിലേ കവിള് കടിക്കുക വരെ ചെയ്യും. ആ ഏട്ടത്തി ഞാൻ ഗോഡൗൺ വരെ പോയിട്ട് വരെ. ആ ഹരിയേട്ടൻ പുറത്തേക്ക് പോവാണോ? നീ ഇവൻ പറയുന്നത് കേട്ടതല്ലേ അവൻ ഗോഡൗണിലേക്കാണ് പോകുന്നതെന്ന്. അതല്ല, പുറത്തേക്ക് പോവുകയാണെങ്കിൽ എന്നെ PSC സെൻറ്റർ വരെ, അല്ലെങ്കിൽ വേണ്ട ആ ബസ് സ്റ്റോപ്പ് വരെ ഒന്ന് വിട്ടാൽ മതി. ഇപ്പോൾ ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്നവരൊക്കെ കൃഷ്ണ സ്റ്റോഴ്സിലേക്കാണോ വരുന്നത്? വെറുപ്പിക്കാതെ ഇവരോടൊന്ന് പോവാൻ പറ ഏട്ടത്തി. ഞാൻ അങ്ങോട്ടല്ല പറഞ്ഞത്, ഹരിയേട്ടനോടാ പറഞ്ഞത്. എന്നോടങ്ങാൻ പറഞ്ഞിരുന്നെങ്കിൽ നീ വിവരം അറിഞ്ഞേനെ. എന്തിനാ ശിവ നീ ഇവളോട് പകരത്തിന് പകരം പറയാൻ നിൽക്കുന്നത്? നിനക്ക് വിട്ട് കളഞ്ഞൂടെ? അങ്ങനെ പറഞ്ഞു കൊടുക്കുക ഹരിയേട്ടാന്നും പറഞ്ഞ് നമ്മുടെ അഞ്ചി അവിടെയുള്ള മുട്ടായി എടുക്കുകയാണ്. അതൊക്കെ നമ്മുടെ ശിവൻ വെക്കടി അവിടെ നിന്ന് പറഞ്ഞ് പിടിച്ച് വാങ്ങിക്കുകയാണ്. ആ സമയത്ത് ഏട്ടത്തി ഞാൻ പോയിട്ട് വരാം, എന്നെ കൂടി കൊണ്ടുപോ ഹരിയേട്ടാ. ഞാൻ എൻ്റെ വണ്ടിയിൽ നിന്നെ കയറ്റുന്ന പ്രശ്നമില്ല, നീ അങ്ങ് നടന്നു പോയാൽ മതി. ഞാൻ ബസ് സ്റ്റോപ്പ് വരെ നടന്നു പോവാനോ? നീ നിൻ്റെ വീട് മുതൽ ഇവിടം വരെ നടന്നാണല്ലോ വന്നത്. ഇപ്പം എന്താ ദേവിച്ചി ഒന്ന് റെക്കമെൻഡ് ചെയ്യും? ഞാൻ എന്തിനാടി റെക്കമെൻഡ് ചെയ്യുന്നത്? ഇപ്പം റെക്കമെൻഡ് ചെയ്താലേ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ദേവിയച്ചിയുടെ നല്ലൊരു സിസ്റ്ററായിട്ട് നിന്നോളാം. ഇത് കേട്ടേരാൻ നമ്മുടെ ശിവന് ദേഷ്യം വരികയാണ്. നീ ഇതും സ്വപ്നം കണ്ടുകൊണ്ട് നിന്നോ? നിന്റെ അമ്മ നിന്നെ കെട്ടിക്കാൻ പോകുന്നത് തനിയൊരു മൊശകോടനെ കൊണ്ടാ. അതൊക്കെ നമുക്ക് പിന്നെ പറയാല്ലേ. ഇപ്പം ദേവിച്ചൊന്ന് റെക്കമെൻഡ് ചെയ്യും. ഹരി നീ പോകുന്ന വഴിയല്ലേ, ഇവൾ ആ ബസ് സ്റ്റോപ്പിൽ ഒന്ന് വിട്ടടാ. അതിനേട്ടത്തി ഞാൻ പോകുന്നത് മറ്റൊരു റൂട്ടിനാ. അതിന് എന്നെ ബസ് സ്റ്റോപ്പിൽ വിട്ട ശേഷം ഹരിയേട്ടൻ വേണമെങ്കിൽ ഏത് റൂട്ടിന് വേണമെങ്കിലും പോയിക്കോ. പ്ലീസ് എന്നെ ഒന്ന് ബസ് സ്റ്റോപ്പ് വരെ വിട്ടേ. ഇത്രയും കെഞ്ചിയതല്ലടാ, നീ ഒന്ന് അവളെ ബസ് സ്റ്റോപ്പ് വരെ വിട്ടേക്ക് ആന്ന് പറയാണ് ഹരി. ദേവിച്ചി താങ്ക്സ്, ഞാനും കയറട്ടെ ഹരിയേട്ടെന്ന് പറഞ്ഞ് അഞ്ജലി സന്തോഷത്തോടു കൂടി ബൈക്ക് കയറാണ്. ഇതൊക്കെ കണ്ടു നിന്ന ശിവനാണ് ദേഷ്യം
വരുന്നുണ്ട്. നമുക്ക് ആ ശിവന്റെ മുഖത്തുള്ള ദേഷ്യം കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും ശിവന് അഞ്ജലിനെ ഇഷ്ടമാണോന്ന്. ദേവേച്ചിയാണ് ഇതിനെല്ലാം വെച്ച് കൊടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് കോച്ചിങ് സെന്ററിൽ പോവാന്നും പറഞ്ഞ് നമ്മുടെ ഈ കടയിലേക്കുള്ള വരവും പിന്നെ ഹരീൻ്റെ അടുത്തുള്ള ആ കൊഞ്ചലും കുഴയിലൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് കലി വരും. എടാ നീ അത് അങ്ങനെയൊന്നും കാണുന്നു വേണ്ട. അവൾ കൊച്ചു കുട്ടിയെ പോലല്ലേ, അവൾ എന്തെങ്കിലും സംസാരിക്കുന്നതേ ഉള്ളൂ. ദേവി നീ അങ്ങനെയൊക്കെ വിചാരിക്കും, പക്ഷെങ്കിൽ അവളുടെ കഴുത്തിന് ചുറ്റും നാവാണ്. അവൾ വളവളാന്ന് സംസാരിക്കുന്നേ ഉള്ളൂ പിള്ളച്ചേട്ട, എന്നാലും മനസ്സിൽ കളങ്കില്ലാത്തവൾ. അവളുടെ അമ്മ ചെയ്യുന്ന തെറ്റിന് നമ്മൾ എന്തിനാ ഇവളോട് ദേഷ്യം കാണിക്കുന്നത്? എൻ്റെ ദേവി നിനക്കറിയാത്തോണ്ടാ, അവളുടെ അമ്മ തന്നെയാണ് അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നത്. എല്ലാം പഠിപ്പിച്ച് വിടുകയാണ്. നിനക്കറിയില്ല ഒന്നും. എൻ്റെ കൃഷ്ണൻ മരിച്ചു എന്ന് കേട്ടപ്പോൾ ഇവളുടെ അമ്മ ചെയ്തതും പറഞ്ഞതൊന്നും എനിക്കങ്ങനെ മറക്കാൻ പറ്റില്ല. ഏട്ടത്തി അവൾക്ക് ഇത്ര സ്വാതന്ത്ര്യം കൊടുത്തിട്ടാ അവൾ കടയിൽ വന്നിട്ട് ഓരോന്ന് കാട്ടിക്കൂട്ടലുകൾ ചെയ്യുന്നത്. നിങ്ങൾ പറയുന്നത് കേട്ടാൽ തോന്നില്ലോ ഞാൻ അവരെ കല്യാണം കഴിപ്പിച്ച് വിട്ടതെന്ന്. ഞാനൊന്ന് അവനോട് അവളെ ഒന്ന് ഡ്രോപ്പ് ചെയ്യൂ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അവളുടെ ആ പാവത്തെ അഭിനയം കണ്ടിട്ട് ഏട്ടത്തി വേണമെങ്കിൽ അവരുടെ കല്യാണം നടത്തി കൊടുത്തു എന്ന് വരെ വരും. ദേവി നീ അവൾ പറഞ്ഞത് കേട്ടില്ലേ, കണക്ക് പെട്ടിയും പൈസയൊക്കെ ഒരു കാലം അവളുടെ കയ്യിലും വരുന്നു. ദേവി നീ സൂക്ഷിച്ചോ, എന്തിനും മടിക്കാത്ത ആ സാവിത്രിയുടെ മോളാണ് അവൾ. അവളെങ്ങാൻ നിങ്ങളുടെ വീട്ടിലേക്ക് കൈപിടിച്ച് കയറ്റിയാൽ ഭസ്മാസുരന് വരം കൊടുക്കുന്നത് പോലെയാവും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഇതേ സമയത്ത് നമ്മുടെ അഞ്ജലി ഇങ്ങനെ ഹരിൻ്റെ ബൈക്ക് പോകുമ്പോൾ നിർത്തി എന്തേ ഇതേ മഴ പെയ്യുന്നത് കണ്ടില്ല, നമുക്ക് എവിടെയെങ്കിലും കയറി നിന്നിട്ട് പോയാലോ? പിന്നെ പോവാം. അതെ ബൈക്കിൽ മഴയും വെയിലും ഏൽക്കാതെ പോവാൻ പറ്റില്ല. മഴ പെയ്യുകയാണെങ്കിൽ മഴ കൊള്ളണം, അല്ലെങ്കിൽ വെയിലാണെങ്കിൽ വെയിലേൽക്കണം. പ്രശ്നമാണെങ്കിലേ നീ എവിടെയെങ്കിലും കയറി നിന്നോ. ഹരിയേട്ടന് പ്രശ്നമില്ലെങ്കിൽ പിന്നെ എനിക്കെന്ത് പ്രശ്നം? എന്നിട്ട് അതും പറഞ്ഞ് അഞ്ജലി ബൈക്ക് തിരിച്ചു കയറിയിട്ട് ഹരീനെ അങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. നീ വിടടി ഹരിയേട്ടൻ, മഴയല്ലേ, മൊത്തം നനഞ്ഞ എങ്ങനെയാ ക്ലാസ് കയറുന്നത്? ഹരിയേട്ടനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേ. അതേ സമയം സാവിത്രിയും ജയന്തിയും റോട്ടിലൂടെ നടന്നു പോവുകയാണ്. ആൾക്കാരുടെ കയ്യിൽ ക്യാഷ് ഇല്ലെന്നാണ് പറയുന്നത്. എന്നാലും എൻ്റെ ജയന്തി തുണിക്കടയിലും ആ സ്വർണ്ണക്കടയിലൊക്കെ എന്തൊരു തിരക്കാ. അല്ല അപ്പച്ചി ഈ സ്വർണത്തിൻ്റെ കാര്യം പറഞ്ഞുതരാം എനിക്ക് ഓർമ്മ വന്നത്. ഈ അഞ്ജുവിനെ കെട്ടിക്കാനുള്ളതൊക്കെ നിങ്ങൾ കരുതി വെച്ചിട്ടുണ്ടോ? എല്ലാം കരുതി വെച്ചതൊക്കെ അങ്ങേര് തന്നെ വാങ്ങിക്കൊണ്ട് പോയടി. ആദ്യം പണയം വെക്കാം എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിക്കൊണ്ട് പോയത്. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് എല്ലാം വിറ്റ് തൊലച്ചെന്ന്. എന്താ അപ്പച്ചി പറയുന്നത്? അപ്പച്ചി എന്തിനാ അതെല്ലാം എടുത്തു കൊടുത്തത്? പിന്നെ എടുത്തു കൊടുക്കാതെ പിന്നെ കടം വരുമ്പോൾ പിന്നെ എന്ത് ചെയ്യാനാ? ഇപ്പം ആകെ മെച്ചമുള്ളത് ആ പൊരയും സ്ഥലമോ പിന്നെ ഫർണിച്ചർ കടയിൽ നിന്ന് കിട്ടുന്നത് ആ രാജപ്പൻ്റെ കൂലിയും പിന്നെ ആണെങ്കിൽ ആ കടയുടെ വാടകയും കൊടുക്കാനേ തികയുള്ളൂ. വീട്ടു ചെലവിന് തന്നെ കഷ്ടി അതിൽ നിന്ന് കിട്ടുള്ളൂ. അഞ്ജുവിനൊരു ആലോചന വന്നാൽ എന്ത് കൊടുത്ത് കെട്ടിക്കും? എടി ഞാൻ ഒന്നേ പെറ്റില്ലെങ്കിലേ പൊന്നും കൊടുത്തിനാ പെറ്റത്. അവളെ ആരെങ്കിലും കെട്ടാൻ വന്നാലേ സ്വർണ്ണം ഇങ്ങോട്ട് തരും. ചേച്ചി അതും ആലോചിച്ചുകൊണ്ട് നടന്നോ? അതിനെ സ്വർഗത്തുനിന്ന് ശാപം കിട്ടിയിട്ട് വല്ല ഗന്ധർവന്മാരും വരണം. ഒന്ന് പോടി അവിടുന്ന്. ആ സമയത്താണ് ജയന്തി ആ കാഴ്ച കാണുന്നത്. ദേ അപ്പച്ചി കണ്ടില്ല അത്? ഇത് ഏത് പെൺകൊച്ചാടി ആ ചെക്കനെ ശർക്കരയിൽ ഈച്ച ഒട്ടിയതുപോലെ ഒട്ടിപ്പോകുന്നത്? ചിലപ്പം പുതുമോടിയായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ. പുതുമോടിയൊന്നല്ല, കല്യാണം കഴിയാത്ത പെൺകൊച്ച. എന്നാലും ഏത് പെൺകൊച്ച കല്യാണം കഴിയുന്നതിന് മുമ്പ് ആ ചെക്കനെ എങ്ങനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് പോകുന്നത്? എല്ലാം ഈ വാട്സപ്പും കോപ്പും വന്നതിൻ്റെ ഇവൾമാരെയല്ലേ, ഇവൾമാരുടെ അച്ഛനെയും അമ്മയെ ആദ്യം അടിക്കേണ്ടത്. വേണ്ട അപ്പച്ചി ആളറിയാതെ വെറുതെ ഓരോന്ന് പറയണ്ട. അപ്പം നിനക്കറിയാവുന്ന കുട്ടിയാണ്, എനിക്ക് മാത്രമല്ല അപ്പച്ചിക്കും അറിയാം. ആരടി ജയന്തി അത് നേരത്തെ അപ്പച്ചി പറഞ്ഞ ആ പൊന്നും കൂടല്ലേ അപ്പച്ചി പെറ്റ്? ആര്? നമ്മുടെ അഞ്ജലിയോ? അവൾ നമ്മൾ വരുമ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. നമ്മൾ ഈ വഴിയെ വന്നപ്പോൾ അവൾ ആ വഴിയെ പോയി. ഇനി ഒന്നുമില്ലെങ്കിലും ഓരോന്ന് പറഞ്ഞ് നടക്കുന്ന നാട്ടുകാരാ. ഇനിയിപ്പോൾ ഇത് കണ്ടാൽ എന്ത് പറയോ ആവോ? ഏതവൻ്റെ കൂടെയായിരിക്കും അവൾ പോയത്? അതധികം പറയാനൊന്നുമില്ല. നമ്മളൊക്കെ അറിയുന്നത് ആരാ? ആ സാന്ത്വനത്തിലെ ലക്ഷ്മി തള്ളിയുടെ രണ്ടാമത്തെ മകൻ ഹരി. അവൻ്റെ കൂടെയോ? അവൾ വീട്ടിലേക്ക് വരട്ടെ, ഞാൻ കയ്യും കാലും തല്ലിപ്പൊട്ടിക്കാനും നിൽക്കണ്ട. ആൾക്കാർ ഓരോന്ന് പറയുന്നതിന് മുമ്പ് പിടിച്ച് കെട്ടിക്കാൻ നോക്ക്. എങ്ങനെയാ ആ വീട്ടിലേക്ക് കെട്ടിച്ചു വിടുക? ആ കുടുംബത്തിന് എന്താ കുഴപ്പം? എൻ്റെ സ്വാതന്ത്ര്യത്തിലെ ലക്ഷ്മി അമ്മയുടെ മരുമോളാവുന്നതിൽ ഒരു കുറച്ചിൽ. അതിന് ഞാൻ അവരുടെ കയ്യും കാലും പിടിക്കാനൊന്നും എനിക്ക് പറ്റില്ല. അതെന്താ അപ്പച്ചി കയ്യും കാലും പിടിച്ചാലേ? അതെ അവർ പോകുന്നത് കണ്ടിട്ട് അവൻ അവളെ അസ്ഥിക്ക് പിടിച്ച മട്ട. അപ്പച്ചി എന്തായാലും പോയി കയ്യും കാലും പിടിച്ചിട്ടാണെങ്കിൽ ഈ ബന്ധം നടത്തിയെടുക്കാൻ വേണ്ടി നോക്കൂ. ചക്രക്കസേരയിലിരിക്കുന്ന അവരുടെ കാല് പിടിക്കാന്നൊക്കെ പറഞ്ഞാൽ അവരുടെ മട്ടും പാവവും കാണുമ്പോണ്ടല്ലോ വേറെ ആർക്കും ഇത്രയും നല്ല ആമ്പിള്ളേർ ഈ നാട്ടിലില്ലെന്നാ തോന്നുക. എല്ലാം ഈ കല്യാണം കഴിയുന്നത് വരെ മതി അപ്പച്ചി. അതുവരെ നമ്മൾ കയ്യും കാലും പിടിച്ചുകൊണ്ട് നിൽക്കണം. അത് കഴിഞ്ഞിട്ട് അവരെ കൊണ്ട് നമ്മളുടെ കാൽച്ചുവട്ടിൽ കൊണ്ടുവരിക്കാം. പിന്നെ അപ്പച്ചിയുടെയും മാമൻ്റെയും ഈ അവസ്ഥ വെച്ചിട്ട് ഇതിലും നല്ല ബന്ധം വേറെ കിട്ടില്ല. അവർക്കാണെങ്കിൽ സ്വന്തം വീട്, കട, പിന്നാണെ പഠിപ്പ് എല്ലാം അല്ലേ. വെറുതെ അതും ഇതും ആലോചിച്ച് സമയം കളയേണ്ട. നാട്ടുകാരെ അറിഞ്ഞാലുള്ളതേ നമുക്കാ കുഴപ്പം. ആ ലക്ഷ്മിയമ്മ എങ്ങാനും ഇതറിഞ്ഞ ആ ഹരിയെ കൊണ്ട് നല്ല ക്യാഷ് ഉള്ള വീട്ടിൽ നിന്ന് കല്യാണം കഴിപ്പിക്കും. പിന്നെ നമുക്കാ ദോഷം. അഞ്ജു ആ വീട്ടിലെത്തിയാൽ എനിക്കുണ്ട് ഗുണം.
ഇവൾ ആ വീട്ടിലെ മരുമകളായ ആ ശ്രീദേവിയുടെ ഭരണം അവസാനിപ്പിച്ചിട്ട് അവളെ ക്ഷ വരപ്പിക്കണം. എന്നാലേ സേതുവേട്ടൻ്റെ ആ പെങ്ങൾ മഹാത്മ്യം അതുകൊണ്ടങ്ങ് നിൽക്കുകയും ചെയ്യും. നീ പറയുന്നതിലൊക്കെ കാര്യമുണ്ട്. പക്ഷേങ്കിൽ എങ്ങനെ അവരോട് ഈ കല്യാണക്കാര്യത്തെക്കുറിച്ച് പറയും? നിന്റെ മാമൻ പറയോ മാമനെ കൊണ്ട് എന്നെ പറയിപ്പിക്കണം? ഇത്രയും കാലം മോൾ അവിടേക്ക് കെട്ടിച്ചു വിടില്ലെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എങ്ങനെയാ കല്യാണക്കാരിയൊക്കെ പറയുന്നത്? അതിന് അപ്പച്ചി പെട്ടെന്ന് കല്യാണക്കാരിയൊന്നും പറയണ്ട. ഇന്ന് അവളെ കണ്ടതിൻ്റെ ദേഷ്യം കാണിച്ചാൽ മാത്രം മതി. ബാക്കിയൊക്കെ ഞാൻ തന്ത്രത്തിൽ മാമനോട് പറഞ്ഞു. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഇവർ വീട്ടിലെത്തുന്ന സീനാണ്. അപ്പോൾ മാമൻ ഇങ്ങനെ കിടക്കായിരിക്കും. അപ്പോൾ ദേഷ്യം കാണിക്കാൻ വേണ്ടിയിട്ട് സാവിത്രി കയ്യിലുള്ള ആ പച്ചക്കറി അങ്ങോട്ട് വലിച്ചെറിയും. എന്തേ നീ പച്ചക്കറി കടക്കാരനോട് ദേഷ്യപ്പെട്ടോ? അതെ, നിങ്ങളിങ്ങനെ വീട്ടിലിരുന്നോ? നിങ്ങളിങ്ങനെ വീട്ടിലിരുന്നാലേ പുറത്ത് നടക്കുന്നതൊക്കെ നിങ്ങൾ എങ്ങനെ അറിയാനാ? അല്ല സാവിത്രി, നീ എന്തിനാ ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിക്കുന്നത്? നടന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. ഞാൻ പറയാം. ഞങ്ങൾ ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ ഒരു ബൈക്കിൽ ഒരു ചെറുപ്പക്കാരനും ഒരു ചെറുപ്പക്കാരിയും പോകുന്നുണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരിയുടെ കൈയാണെങ്കിൽ ആ ചെറുപ്പക്കാരൻ്റെ കഴുത്തിൽ ഇങ്ങനെ ചുറ്റി വരഞ്ഞിട്ടായിരുന്നു. അതിന് ഇവക്ക് തൊലിയിടേണ്ട ഒരാവശ്യമില്ലല്ലോ. ഇല്ല, നമ്മൾ അറിയാത്ത പെങ്കൊച്ചാണെങ്കിൽ ഇവക്ക് തൊലിയിടേണ്ട ഒരാവശ്യമില്ല. പക്ഷേങ്കിൽ അത് നമ്മുടെ അഞ്ചു ആവുമ്പോൾ അഞ്ചു എന്ന് ചോദിച്ച് മാമൻ ഞെട്ടാണ്. അതെ, അഞ്ചും മാമൻ്റെ പെങ്ങളുടെ മകൻ ഹരിയുമാണ് അത്. ഇപ്പം ബൈക്ക് പോകുന്നത് അത്രയും വലിയ അപരാധമൊന്നുമല്ലല്ലോ. സ്വന്തം മോള് ചെയ്തത് കണ്ടിട്ട് ഇങ്ങേര് പറയുന്നത് കേട്ടില്ലേ? ഇങ്ങേർക്കാണെങ്കിൽ തലയും കുമ്പിട്ട് കടയിലോ കവലയിലോ പോയി വരുന്നതിന് ഒരു കുഴപ്പമില്ല. പേരോടാരും ഒന്നും ചോദിക്കാൻ പോകുന്നില്ലല്ലോ. എല്ലാം തള്ളയുടെ വളർത്തോഷം എന്നല്ലേ പറയുള്ളൂ. നമ്മൾ വരുന്ന വഴി എത്ര പേരാ ചോദിച്ച്? അതെ അതെ, അപ്പച്ചിനോട് എത്ര പേര് ചോദിച്ചെന്നറിയോ? അതിന് ഊരും പേരും അറിയാത്തവൻ്റെ കൂടെയല്ലല്ലോ അവൾ പോയത്. അവളുടെ മുറച്ചെറുക്കനാണല്ലോ ഇത്. ഇങ്ങനത്തെ ചൊറിയുന്ന വർത്തമാനം പറഞ്ഞു വന്നാലുണ്ടല്ലോ ഞാനും വല്ലതും കയറി പറയും. വരട്ടെ, അവളുടെ കയ്യും കാലും ഞാൻ തല്ലി ഒടിക്കും. അവളുടെ കയ്യും കാലും തല്ലി ഒടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അവളെ എഴഞ്ഞിട്ടാണെങ്കിലും ആ സാന്ത്വനം വീടിൻ്റെ പടിയിൽ പോയി നിൽക്കും. കാരണം ചെറുപ്പം മുതലേ നമ്മുടെ അഞ്ജലി ഹരിക്കുള്ളതാണെന്ന് പറഞ്ഞിട്ടില്ലേ? അവളുടെ മനസ്സിൽ അത് പതിയുകയും ചെയ്തതാ. പിന്നെ എന്ത് ചെയ്യാനാ? അവരുടെ കല്യാണം നടത്തി കൊടുക്കാൻ നോക്ക്. അതിപ്പോൾ എങ്ങനെയാ? അവർക്ക് 10 കാശിന് വകയില്ലാത്തപ്പോൾ അവരെ കണ്ട ഭാവം ഞാൻ നടിച്ചിട്ടില്ല. എന്നിട്ടിപ്പോൾ അവരുടെ കയ്യിൽ 10 പുത്തൻ വന്നേരം മോളെ കെട്ടിക്കാൻ ആലോചനയായിട്ട് അങ്ങോട്ട് പോയെന്ന് നാട്ടുകാർ പറയില്ലേ? പിന്നെ നാട്ടുകാർക്ക് ഇപ്പം അതാണല്ലോ പണി. നാട്ടുകാർ പറഞ്ഞില്ലെങ്കിലും ഇങ്ങേര് പറയില്ലേ? അതേടി, ഞാൻ പറയും. എൻ്റെ ചേച്ചി ഇപ്പോൾ 10 കാശിന് വകയില്ലാത്തവളാണെങ്കിൽ ഹരിയുടെ ബൈക്കിൻ്റെ പിറകിൽ നമ്മളുടെ മോള് കയറി പോകുന്നത് കണ്ട നീ ഇവിടെ വന്നിട്ട് ഇതൊന്നല്ലായിരുന്നല്ലോ ചെയ്യുക. ഞാൻ നിങ്ങളെ രണ്ടുപേരെയും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളുടെ ആ അഭിനയം എനിക്ക് മനസ്സിലായില്ലെന്ന് നിങ്ങൾ വിചാരിച്ചോ? പുറത്തുനിന്ന് പറഞ്ഞ് ഒത്തു വന്നത് ഇവിടെ വന്ന് വിളമ്പിയാലേ ഞാൻ നിങ്ങൾ പറഞ്ഞത് കേട്ട് തലയാട്ടൊന്നും നിങ്ങൾ വിചാരിക്കാൻ നിൽക്കണ്ട. നിങ്ങളുടെ മനസ്സിലിരിപ്പ് ഒരിക്കലും നടക്കാനും പോകുന്നില്ല. അല്ല, നിങ്ങളെന്താ പറഞ്ഞു വരുന്നത്? നിങ്ങളുടെ ചേച്ചിയുടെ വീട്ടിലെ സമ്പത്ത് കണ്ടിട്ട് ഞാൻ മാറിയെന്നോ? അതെ, നിങ്ങളുടെ ചേച്ചിക്ക് എന്തുണ്ടെന്ന ആ കടയല്ലാതെ ആ കടയിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് 4 പേരുടെ ചെലവിന് കഴിയുക എന്നല്ലാതെ വേറെ എന്ത് ക്യാഷാ ഉണ്ടാവുക ബാക്കിയായിട്ട്? തരത്തിനൊത്ത് കളം മാറ്റി ചവിട്ടില്ല. നീ തന്നെയല്ലേ പറഞ്ഞത് ശ്രീദേവി അനിയന്മാരെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് അവളുടെ കയ്യിൽ പൂത്ത ക്യാഷ് ഉണ്ടെന്ന്? പിന്നെ ഇപ്പോൾ പറയുന്നു അവർ തട്ടിമുട്ടിയ കഴിയുന്നത്. ആയിക്കോട്ടെ, അവർ തട്ടിമുട്ടിയായിക്കോട്ടെ കഴിയുന്നത്. അവരുടെ അടുത്തേക്ക് നിന്റെ മോളെ പറഞ്ഞു വിടണ്ട. ഇത് കേട്ടിട്ട് ഞെട്ടുന്ന സീനിലാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാനം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെൽ ബട്ടൺ എനേബിൾ ചെയ്യൂ. താങ്ക് യു.